ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വായനാ ദിന ക്വിസാണ്. വായനാ വാരം എന്ന് മുതൽ എന്ന് വരെയാണ്? ഉത്തരം ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം വില്യം ഷേക്സ്പിയർ. നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി കവിതാ സമാഹാരം പുറത്തിറക്കിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ ഏതാണ്? ഉത്തരം അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ. ഋതുക്കളുടെ കവി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്ന് അറിയപ്പെടുന്നത്. ജൂൺ 19 വായനാ ദിനമായി ആണല്ലോ ആചരിക്കുന്നത്. എന്നാൽ ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ ആരുടെ വരികളാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ്? ഉത്തരം ക്രുപ്സ്കയ അവാർഡ്. രമണൻ എന്ന കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 2017 മുതൽ. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. ഏത് പ്രധാനമന്ത്രിയാണ് ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കുവാൻ പ്രഖ്യാപിച്ചത്? ഉത്തരം നരേന്ദ്ര മോദി. വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. വായനാ ദിനത്തിന്റെ സന്ദേശം എന്താണ്? ഉത്തരം വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതാണ് വായനാ ദിനത്തിന്റെ സന്ദേശം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.